വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്സാം നമുക്കിനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടായിരിക്കും. ജൂൺ മാസത്തിൽ നമുക്ക് HSST കോമേഴ്സ് എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റിസർച്ചിൽ ഇനി പഠിക്കാനുള്ള അവസാന ഭാഗം എന്ന് പറയുന്നത് റിസർച്ച് എത്തിക്സ്, അതുപോലെ തന്നെ അതിൽ പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിസർച്ച് എത്തിക്സ്. അതിന് മുൻപായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. What do you mean by research ethics? Research ethics provides guidelines for the responsible conduct of research. In addition, it educates and monitors scientists conducting research to ensure high ethical standard. Research ethics എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മോണിറ്റർ സയൻറ്റിസ്റ്റ് ഫോർ കണ്ടക്ടിങ് റിസർച്ച് ടു എൻഷുർ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്. നല്ല എത്തിക്കൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതാണ് റിസർച്ച് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ടു റിസർച്ച് ആക്ടിവിറ്റീസ് വിച്ച് ഇൻക്ലൂഡ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റിസർച്ച്, റെസ്പെക്ട് ടുവാർഡ്സ് സൊസൈറ്റി ആൻഡ് അതേഴ്സ്. ഇതെല്ലാം എത്തിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. The use of resources and research outputs, scientific misconduct and the regulation of research. മെയിൻ അപ്രോച്ചസ് ടു റിസർച്ച് എത്തിക്സ്. എന്തൊക്കെ അപ്രോച്ചസ് ആണ് നമ്മൾ ഈ റിസർച്ച് എത്തിക്സിൽ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. Deontological approach. We should identify and use universal code in making ethical decisions. This approach is എന്താണ് നമ്മൾ പറയുന്നത്, ഐഡൻറ്റിഫൈ ആൻഡ് യൂസ് യൂണിവേഴ്സൽ കോഡ്. നമ്മളൊരു യൂണിവേഴ്സൽ കോഡാണ് ഇവിടെ എത്തിക്കൽ കോഡായിട്ട് യൂസ് ചെയ്യുന്നത്. Ethical skepticism approach. It states that ethical standards are not universal but are related to one's own particular culture and time. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും യൂണിവേഴ്സൽ അല്ല, അത് ഓരോ വ്യക്തിയുടെയും കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നതാണ് യൂട്ടിലിറ്റേറിയനിസം അപ്രോച്ച്. ഡിസിഷൻസ് റിഗാർഡിംഗ് എത്തിക്സ് ഇൻ റിസർച്ച് ഷുഡ് ബി ബേസ്ഡ് ഓൺ എക്സാമിനേഷൻ ആൻഡ് കമ്പാരിസൺ ഓഫ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ദാറ്റ് മേ അറൈസ് ഫ്രം ദ സ്റ്റഡി. ഇഫ് ദ എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ് എക്സീഡ് ദ എക്സ്പെക്റ്റഡ് റിസ്ക്, അതായത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സീഡ് ദ എക്സ്പെക്റ്റഡ് റിസ്ക് ആണെങ്കിൽ ദി സ്റ്റഡി പെർസ്യൂം ടു ബി എത്തിക്കലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില അപ്രോച്ചസ് നമ്മൾ എന്തിൽ ഫോളോ ചെയ്യുന്നുണ്ട്, എത്തിക്കൽ റിസർച്ച് ഇൻ എത്തിക്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് പ്ലാഗരിസം. ലാറ്റിൻ വേർഡ് പ്ലാഗരിസം, ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. ഇറ്റ് ലിറ്ററലി മീൻസ് കിഡ്നാപ്പർ എന്നാണ് ഈ ഒരു വേർഡിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോമൻ പോയറ്റ് മാർഷലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. യൂസിങ് ഐഡിയാസ് ഓർ വേർഡ്സ് ഓഫ് അനദർ പേഴ്സൺ വിത്തൗട്ട് ഗിവിങ് അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ്. എന്താണ് ഈ പ്ലാഗരിസം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റൊരാളുടെ വേർഡ്സ് അല്ലെങ്കിൽ ഐഡിയാസ് നമ്മളുടേതായിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ പ്ലാഗരിസം എന്ന് പറയുന്നത് തന്നെ ഡയറക്റ്റ് ഉണ്ട്, സെൽഫ് പ്ലാഗരിസം ഉണ്ട്, മൊസൈക്ക് പ്ലാഗരിസം ഓർ ആക്സിഡൻ്റൽ പ്ലാഗരിസം. വാട്ട് ഈസ് ഡയറക്റ്റ് പ്ലാഗരിസം? ടേക്കിംഗ് അനദർ പേഴ്സൺസ് ഐഡിയാസ് വേർഡ് വിത്തൗട്ട് ഗിവിങ് പ്രോപ്പർ സൈറ്റേഷൻ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളുടെ വേർഡിങ്സ് അല്ലെങ്കിൽ കോട്ടിങ്സ് യൂസ് ചെയ്യുന്നു. സെൽഫ് പ്ലാഗരിസം എന്ന് പറയുമ്പം നമ്മളുടെ തന്നെ പ്രീവിയസ് വർക്ക് നമ്മൾ കറണ്ട് അസൈൻമെൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ്. മൊസൈക്ക് പ്ലാഗരിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടിങ് അനദേഴ്സ് വർക്ക് വിത്തൗട്ട് കൊട്ടേഷൻ മാർക്ക്. ദിസ് ക്യാൻ ഓൾസോ ബി റെഫർ ടു റീപ്ലേസിംഗ് വേർഡ്സ് ഓഫ് അനദർ വർക്ക് വിത്ത് സിനോണിംസ് വൈൽ മെയിൻറ്റെയിനിങ് ദ സെയിം ഓവറോൾ സ്ട്രക്ചർ ആൻഡ് മീനിങ്. അതായത് മൊസൈക്ക് പ്ലാഗരിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം ആളുകളുടെ കോട്ടിങ്സും കൊട്ടേഷൻ മാർക്കൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വേർഡ്സ് റീപ്ലേസ് ചെയ്യുകയാണ്, അല്ലേ? നമ്മൾ മറ്റൊരാളുടെ കൊട്ടേഷൻ മാർക്ക് ഇല്ലാതെ നമ്മൾ വേറൊരാളുടെ വർക്കിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വേർഡ്സ് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് മൊസൈക്ക് പ്ലാഗരിസം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുടേത് നമ്മൾ യൂസ് ചെയ്തേക്കാം. ദെൻ ആക്സിഡൻ്റൽ പ്ലാഗരിസം. ഫോർഗെറ്റിംഗ് ടു സൈറ്റ് റിസോഴ്സസ്,
എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ വേറൊരാൾ ആ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാതെ നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് പോകുന്നതാണ് ആക്സിഡൻ്റൽ, അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണ് ആക്സിഡൻ്റൽ പ്ലാഗറിസം എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ യൂസ് സർട്ടൻ മെത്തേഡ്സ് ടു അവോയ്ഡിങ് പ്ലാഗറിസം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്ലാഗറിസം അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്യാം? അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് പാരാഫ്രൈസ് ആണ്. റീഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു യുവർ ഓൺ വേർഡ്സ്, നമ്മുടെ തന്നെ വേർഡ്സിലേക്ക് അത് മാറ്റുക. ദെൻ സൈറ്റ് ആണ്. സൈറ്റിംഗ് ഈസ് വൺ ഓഫ് ദ ഇഫക്റ്റീവ് വേസ് ടു അവോയ്ഡ് പ്ലാഗറിസം. ഫോളോ ദ ഡോക്യുമെൻറ്റ് ഫോർമാറ്റിംഗ് ഗൈഡ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യാം. Used by your own education institution or institution that issued the research request. Then quoting. When quoting a source, use quote exactly the way it appears. No one wants to be misquoted. Then referencing. One of the most important ways to avoid plagiarism is including reference page or page of or cited at the end of your research paper. റിസർച്ച് പേപ്പറിൻ്റെ അവസാനത്തിൽ നമ്മൾ റെഫറൻസ് കൊടുക്കുക. ഏതൊരാളുടെ ഡോക്യുമെൻ്റാണ് നമ്മൾ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊരാളുടെ വർക്കാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ റെഫറൻസിൽ കൊടുക്കുന്നതാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നമുക്ക് നോക്കാം, നെക്സ്റ്റ് വരുന്നതാണ് റിവേഴ്സ് പ്ലാഗറിസം. റിവേഴ്സ് പ്ലാഗറിസം ഓർ ആട്രിബ്യൂഷൻ വിത്തൗട്ട് കോപ്പിംഗ് ആണ് റിവേഴ്സ് പ്ലാഗറിസം. ഇറ്റ് റെഫേഴ്സ് ടു ഫോൾസ്ലി ഗിവിംഗ് ഓതർഷിപ്പ് ക്രെഡിറ്റ് ഓവർ എ വർക്ക് ടു എ പേഴ്സൺ who did not author it, or falsely claiming a source supports an assertion that the source does not make. While both the term and activity are relatively rare, incidents of reverse plagiarism do occur typically in similar context of traditional plagiarism. Then next നമുക്ക് പറയാനുള്ളത് പ്ലാഗറിസം ഡിറ്റക്റ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഗ്രാമർലി, ആർട്ടിക്കിൾ ചെക്കർ, ടേണിറ്റിൻ, ഓർക്കുൺ, ദെൻ ഡ്യൂപ്ലി ചെക്കർ. ഇതൊക്കെയാണ് നമുക്ക് പ്ലാഗറിസം ചെക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വേറെയുണ്ട് ശോധഗംഗ, പിന്നെ അതുപോലെ ഗൂഗിൾ സ്കോളർ, മൈക്രോസോഫ്റ്റ് അക്കാഡമിക് സെർച്ച്. ഇതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പ്ലാഗറിസം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ളതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പ്ലാഗറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടി നമ്മൾ നമ്മുടെ സിലബസിൽ വരുന്ന റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഭാഗം മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ HSST കോമേഴ്സ് എക്സാമിൽ ഇനി വരുന്ന ഭാഗങ്ങൾ നമ്മുടെ സിലബസിൽ വരുന്ന ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ, നിങ്ങൾ HSST എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.